സരിക വന്നിട്ട് സരിക കലാഭവൻ വന്നിട്ട് ആദിലെടുത്ത് നൂറെടുത്ത് അനുമോളെടുത്തായിട്ട് സംസാരിക്കുക. പണ്ടൊക്കെ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ചെന്നാൽ പിള്ളേർക്ക് പോലും നമ്മളെ അറിയത്തില്ല. പക്ഷേ ഇപ്പം അങ്ങനല്ല, പ്രിൻസിപ്പാൾ വരെ ബിഗ് ബോസ് കാണുന്നതാണ്. ഇപ്പം അനുമോൾ ചോദിക്കുക എല്ലാവരും കാണുകയില്ലേ ബിഗ് ബോസ്, ഇപ്പം നമ്മളാണ് ചർച്ച. പിന്നെ എല്ലാവരും ഇപ്പം നമ്മളെ ബിഗ് ബോസ് തന്നെ ചർച്ച. സരിക പറയണേ ബിഗ് ബോസ് ആണ് ഇപ്പം കേരളത്തിലെ ചർച്ചാ വിഷയം. നമ്മുടെ നാട്ടിലൊക്കെ ചിലർ കാണത്തില്ല, നമ്മളോട് ഭയങ്കര സ്നേഹമൊക്കെ ഉള്ളവർ, അവരൊക്കെ എന്നോട് ചോദിക്കുന്നതാണ്, നീ എന്തെടുക്കുമായിരുന്നു ബിഗ് ബോസിൽ, നീ പ്രശ്നത്തിലൊക്കെ അങ്ങോട്ട് ഇടപെടണമായിരുന്നു. നമ്മളെക്കാളും കൂടുതൽ അവർക്കാണ് അറിയാവുന്നത് ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടത്തില്ല, നമ്മൾ ഇടപെടണമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാണ് സരിക പറയുന്നത്. അനുമോൾ ചോദിക്കുന്നത് ചേച്ചി ഇവിടെ ആരെയും വെറുപ്പിച്ചില്ലല്ലോ ഇല്ലേന്ന്. ഇല്ല ഞാൻ ആരെടുത്ത ഒരു ഇതുമില്ലായിരുന്നു. നൂറ പറഞ്ഞ ശരത്തേട്ടൻ പറഞ്ഞ ആർക്കൊക്കെയോ പുറത്ത് കരിവാരി തേക്കുന്നുണ്ടെന്നൊന്ന്. ഇല്ലില്ല അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും ഓരോരോ പോസിറ്റീവ് തന്നെയാണ്. അങ്ങനെ പണ്ടത്തെ കണക്കുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല, അങ്ങനൊന്നുമില്ല. ഇൻ്റർവ്യൂ വെക്കുന്നവർക്കെന്ന് നൂറ പറയുമ്പോൾ ഇൻ്റർവ്യൂവിലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരി കിടക്കുവാണ് അവിടെ. അതിൽ ചോദിക്കുന്നത് രേണു ചേച്ചിക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെയാണെന്ന് പറയുന്ന വർക്കൊക്കെ കിട്ടിയിട്ട് അനുമോൾ ചോദിക്കുന്നത് ആണോ. അപ്പം സരിക പറയുന്നത് പിന്നെ നമ്മളല്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങി അടിച്ച് പൊളിക്കുക അങ്ങനെയൊക്കെയാണ് സരിക പറയുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതൊക്കെ മിസ്സായില്ലേ, ഞങ്ങൾ വേഗം പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് അവിടെ. അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്, ഓരോരുത്തർ പലയിടത്തായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.